ഡെപ്യൂട്ടി മേയറെ, നമ്മളിപ്പോൾ പൂരം ഒരു ഭാഗത്ത് നടക്കുന്നു, പൂരത്തിനേക്കാൾ അപ്പുറത്തേക്ക് മനുഷ്യജീവൻ എന്ന ഒരു തരത്തിലേക്ക് കാര്യങ്ങൾ മാറുകയാണ്. എന്താണ് അവസാനമായി കിട്ടുന്ന ഒരു നമ്മുടെ നാടും നഗരവും പൂരലഹരിയിലേക്ക് പരിപൂർണമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ആ നിമിഷത്തിലാണ് നമ്മളൊക്കെ ഞെട്ടിച്ചുകൊണ്ട് ദാരുണമായ ഈ സംഭവം ഉണ്ടായത്. നമ്മളിവിടെ കാണുന്ന കാഴ്ച നമുക്കറിയാം. ഏതാനും നിമിഷം മുമ്പാണ് ഫയർഫോഴ്സ് യൂണിറ്റ് അംഗങ്ങൾക്ക് പോലും അതിനകത്തേക്ക് പ്രവേശിക്കാൻ കഴിഞ്ഞത്. അത്രത്തോളം ഭീകരമായ സ്ഫോടനങ്ങളും സ്വാഭാവിക കാഴ്ചക്കാരായി രക്ഷാപത്ര പോലും നിൽക്കേണ്ട ഒരു ദാരുണമായ സാഹചര്യമായിരുന്നു. 12ഓളം മരണപ്പെട്ടുന്ന വാർത്തകൾ വരുന്നു. അതിവേദനാജനകമായ മറ്റു വിഷയങ്ങളൊക്കെ അത്ര നമുക്ക് ഇതിന് ശേഷം ചർച്ചപ്പെടേണ്ടതാണ്. എന്തായാലും ഒറ്റക്കെട്ടായി ദുരന്തത്തെ ജീവിക്കാൻ നമ്മളെല്ലാവരും തയ്യാറാൾക്ക് കൂടുതൽ ചികിത്സയൊക്കെ ഒരുക്കുമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇനി കൂടുതൽ ആളുകളെ മാറ്റേണ്ടതുണ്ടോ? അങ്ങനെയുള്ള വിവരങ്ങളെല്ലാം നമുക്ക് ലഭിച്ചിട്ടുണ്ടോ? അല്ല, ഹോസ്പിറ്റലിനകത്ത് എല്ലാ സജ്ജീകരണവുമായി ഹോസ്പിറ്റലും എല്ലാ ജില്ലാ ഭരണകൂടവും ജില്ലാ കളക്ടറും കമ്മീഷണർ ഉൾപ്പെടെ എല്ലാവരും എത്തിച്ചേർന്നിട്ടുണ്ട്. ഇവിടെ നമ്മൾ കണ്ട കാഴ്ച നിങ്ങളെല്ലാവരും കണ്ടതാണ്. നമുക്ക് രക്ഷാപ്രവർത്തകർക്ക് അതിനകത്തേക്ക് കയറാൻ പറ്റാത്ത ഒരു സാഹചര്യം. കാരണം ഓരോ മിനിറ്റും സ്ഫോടനം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. സ്വാഭാവികമായി അതിനകത്തേക്ക് പ്രവേശിക്കാൻ കഴിയാത്ത സാഹചര്യം. ഏതാനും നിമിഷം മുമ്പാണ് രക്ഷാപ്രവർത്തകർക്ക് അതിനകത്തേക്ക് ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.